നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2021 ഓഗസ്റ്റ് മാസത്തിലായിരുന്നു സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ യുവന്റസ് വിട്ടുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് തിരിച്ചെത്തിയത്. നമുക്കറിയാം, മോശമല്ലാത്ത രൂപത്തിൽ പിന്നീട് യുണൈറ്റഡിന് വേണ്ടി കളിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കഴിഞ്ഞിട്ടുണ്ട്. 27 ഗോളുകൾ അദ്ദേഹം നേടിയിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു വിവാദ ഇന്റർവ്യൂ നൽകുകയും അതിന്റെ പരിണിത ഫലമായിക്കൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് റദ്ദാക്കുകയും ചെയ്തിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ പോയതോടുകൂടി കൂടുതൽ പരിതാപകരമായ രീതിയിലേക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാറുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. വളരെ മോശം പ്രകടനമാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് മത്സരങ്ങൾ ഈ സീസണിൽ അവർ പരാജയപ്പെട്ടിട്ടുണ്ട്. ഏതായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഇക്കാര്യത്തിൽ വിമർശിച്ചുകൊണ്ട് ലിവർപൂൾ ഇതിഹാസമായ ഗ്രെയിം സോനസ് രംഗത്ത് വന്നിട്ടുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോയെ യുണൈറ്റഡ് നിലനിർത്തണമായിരുന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ യുണൈറ്റഡ് ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് തന്നെ മടങ്ങി പോകാൻ റൊണാൾഡോ സഹായിക്കുമായിരുന്നുവെന്നും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സോനസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എല്ലാ അവസരങ്ങളിലും ഞാൻ ഇത് പറയാറുണ്ട്, നിങ്ങൾക്ക് നല്ല സീനിയർ പ്രൊഫഷണലുകളെ ആവശ്യമാണ്. കൃത്യനിഷ്ഠതയുടെ കാര്യത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു അസാധാരണമായ പ്രൊഫഷണലാണ്. അദ്ദേഹത്തെ പരിപാലിക്കുന്ന രീതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. യുണൈറ്റഡ് തീർച്ചയായും അദ്ദേഹത്തെ നിലനിർത്തണമായിരുന്നു. എന്നാൽ ക്ലബിനെ അദ്ദേഹം സഹായിക്കുമായിരുന്നു. എവിടെയായിരുന്നു യുണൈറ്റഡ് ഉണ്ടായിരുന്നത് അവിടേക്ക് തന്നെ അവരെ തിരിച്ചെത്തിക്കുന്നതിന് വേണ്ടി സഹായിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് സാധിക്കുമായിരുന്നു. അദ്ദേഹത്തിന് ആവശ്യമായ സമയം നൽകണമായിരുന്നു. റൊണാൾഡോയേക്കാൾ മികച്ച ഒരു വ്യക്തിയെ നമുക്ക് ഡ്രസ്സിംഗ് റൂമിൽ കാണാൻ കഴിയില്ല. ഇതാണ് ലിവർപൂൾ ഇതിഹാസമായ സോനസ് പറഞ്ഞിട്ടുള്ളത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ടതിന് ശേഷം സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ നസറിലേക്കാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ചേക്കേറിയത്. തുടർന്ന് മിന്നുന്ന പ്രകടനം പുറത്തെടുക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2023 എന്ന കലണ്ടർ വർഷത്തിൽ 54 ഗോളുകളാണ് റൊണാൾഡോ നേടിയത്. ഈ സീസണിൽ 24 ഗോളുകളും 11 അസിസ്റ്റുകളും ഈ സൂപ്പർ താരം സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.